പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും
നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തു. നിന്നെ സന്ധിക്കട്ടെ ദൈവവേദന. മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാ മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവർ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിൽ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്. ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല. ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കല്ലേ. മർക്കോസ് 10:24. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ, അത് എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് കർത്താവ് വെളിവാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഒരു കാര്യമല്ല പ്രയാസമായിരിക്കണത്. ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇതാണ് വിഷയം. സുവിശേഷവിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, വചനാധിഷ്ഠിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പം പിന്നെ എന്താ മാർഗം? അതുകൊണ്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞത്. കാര്യം ഓൾമോസ്റ്റ് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കണമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. അത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മർക്കോസിന്റെ 10:24 ലിങ്ക്ഡാണ് ആ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താ കാര്യം? മർക്കോസിന്റെ 10:24 പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് വചനാധിഷ്ഠിത ജീവിതം ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിന്. പിന്നെ അതിനുള്ള ഈസി ആക്കണതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം. യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കട്ടെ. എൻ്റെ പേര് അനില സ്റ്റീഫൻ. ഞാൻ വരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പൂങ്കാവ് ഇടവകയിൽ നിന്നാണ്. അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച്. 2023 ഒരു ഉടമ്പടി എടുത്ത് വളരെ ഗംഭീരമായി ഉഴപ്പിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഉടമ്പടി എടുത്ത് ഉഴപ്പി അത് കഴിഞ്ഞിട്ട് ഒരു ജോലി ആവശ്യത്തിനായി
ദുബായിലേക്ക് വിസിറ്റ് എടുത്ത് പോവുകയുണ്ടായി. ആ സമയത്തൊന്നും ഈ ഉടമ്പടിനെക്കുറിച്ച് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ദുബായിക്ക് പോയത്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പോകുമ്പോൾ എൻ്റെ ആ ഉഴപ്പിയ ഉടമ്പടിയുടെ പ്രാർത്ഥനാ ബുക്കും ഉപ്പും എണ്ണയെല്ലാം ആയിട്ടാണ്, വിശുദ്ധ ഉപ്പും എണ്ണയായിട്ടാണ് ഞാൻ പോയത്, തൈലമായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നു 1 മാസം ഞാൻ എൻ്റെ മെരിറ്റിൽ വിശ്വസിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം 9 മണി തൊട്ട് 6 മണി വരെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജോബ് സൈറ്റുകളിലും 100-ൽ കൂടുതൽ എത്രണ്ണം ചെയ്യുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല, അത്രയധികം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. അവിടെ ചെന്ന് ആ ജോലി തന്നെ ചെയ്യണമെന്ന് ഒരാഗ്രഹത്തോടു കൂടിയാണ് പോയത്. അവിടെ ചെന്ന് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു റിപ്ലൈ മെയിൽ പോലും, ഒരു കോള് പോലും, എനിക്കൊരു എൻക്വയറി കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ 4 വർഷം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ ഡിഗ്രികളോ അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ എല്ലാം വെറുതെയാണ്. ഒരു മൈനസിൻ്റെ താഴെ വല്ലതും ഉണ്ടെങ്കിൽ അത്രയും താഴെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യൂട്യൂബിൽ ഞാൻ വീണ്ടും സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്, ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ആ ധ്യാനത്തിൽ ഇങ്ങനെ ഓരോന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരിച്ചു വരണം, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി ബുക്ക് എടുത്തിട്ട്, പ്രാർത്ഥന ബുക്ക് എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ തുടങ്ങി. ഒരു പക്ഷേ ഒരു പ്രാവശ്യം ഉഴപ്പിയത് കൊണ്ടും ഇനി ഞാൻ ഉഴപ്പോ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടുമായിരിക്കാം അത് ഒന്നും നടന്നില്ല. എൻ്റെ വിസിറ്റ് നമുക്കറിയാം, ദുബായിലേക്കുള്ള വിസിറ്റ് വിസ എന്ന് പറയുന്നത് 2 മാസമാണ്. 2 മാസം തീരാറായി, ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു, ഒരു എൻക്വയറി കോളോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതൊന്നുമല്ല, ഞാൻ ഇനിയും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ ഇനിയും കൂടുതൽ മുറുക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇത്രയും റിജക്ഷൻസും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടാണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, ഇട്ടിട്ട് പോവാന്നുള്ളൊരു വിചാരത്തിലേക്ക് വരേണ്ട ഒരാളാണ്. പക്ഷേ മാതാവ് എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പ്രാർത്ഥനയിൽ മുറുകെ ജീവിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തൊരു വിസിറ്റ് എടുത്ത് വീണ്ടും പ്രാർത്ഥനയും ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഓക്കെ അവൾ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു, അപ്പോൾ ഉടനെ തന്നെ അടുത്ത ജോലി കിട്ടിയെന്ന് വിചാരിക്കും. രണ്ടാമത്തെ വിസിറ്റ് തീർന്നു, എനിക്ക് ഇങ്ങോട്ട് തീരേണ്ട ടിക്കറ്റ് എടുക്കേണ്ട സമയമായി, ഒരു കോള് പോലും വന്നില്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ചോദിച്ചു ഇനി എന്താണ് ഞാൻ ചെയ്യാനുള്ളത്, കാരണം ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂടുതൽ അടുത്ത് ചോദിച്ചു ഇനിയും ഞാൻ പ്രാർത്ഥിക്കണ്ട, അതോ നീ എനിക്കിവിടെ നിൽക്കാനില്ല, നാട്ടിൽ പോയി ജോലി ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ എൻ്റെ ബ്രദറിലോൻ്റെ മാരേജ് വരെയായിരുന്നു. അപ്പോൾ മാരേജിന് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദ്യം ഉണ്ടാവും, കാരണം റിലേറ്റീവ്സ് എല്ലാം മാരേജിനുണ്ടാവും. എല്ലാവരും ചോദിക്കും വലിയ കാര്യത്തിൽ ഓടി ദുബായിക്ക് പോയതാണ്, ജോലിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു, ചുമ്മാ നിൽക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത്രയും ഒരു നാണക്കേട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവരോട് എനിക്ക് പറയണം ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് ഞാൻ നേടിയെടുത്ത ജോലിയാണെന്ന് എനിക്ക് മഹത്വപ്പെടുത്തണം. ഒന്നും വേണ്ട, നീ ഒരു 2 മാസത്തെ ജോലി എനിക്ക് തന്നാൽ മതി, ആ ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് കോളൊന്നും വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഓക്കെ നീ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ നാട്ടിൽ പോയി ഒന്നുകൂടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഓഫീസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, മാക്സിമം അവിടെ 6 ആണ്. 6 മണി കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വരികയാണ്, ഒരു ഇൻ്റർവ്യൂ കോള്, നിങ്ങൾ നാളെ സാറ്റർഡേ തന്നെ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാനന്ന് മുട്ടിൽ മേൽ നിന്ന് ഒരുപാട് നന്ദി പറഞ്ഞു, കാരണം അതെന്ന് പറയുന്നത് ഒട്ടും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതും 6 മണി ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദുബായിൽ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിലേക്ക്, അവരൊന്നും ചെയ്യില്ല. ഒരു 5:30 ആകുമ്പോൾ തന്നെ അവരെല്ലാം അവരുടെ ജോലികളെല്ലാം നിർത്തി പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് എനിക്ക് ജോലിയുടെ ഇൻ്റർവ്യൂ കോൾ വന്നത് ആഫ്റ്റർ 6 ആണ്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവിടേക്ക് പോകുമ്പോൾ തൈലമെല്ലാം പൂശിപ്പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഒരു അടയാളം വേണമെന്ന് പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടത് എൻ്റെ ബസ് സ്റ്റോപ്പിൽ മാതാവിൻ്റെ കാശ് രൂപം ധരിച്ച ഒരു ചേച്ചി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഇത് മതി, കിട്ടുമോ എന്നുള്ളതല്ല, നീ എനിക്ക് ഞാൻ ചോദിച്ചതിന് നീ എനിക്കൊരു ഉത്തരമായി തന്നതാണ് ഈ ഇൻ്റർവ്യൂ എന്ന് ഞാൻ വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് റോമ 10 അധ്യായം. ഈശോ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. അത് ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പോയി.
പോയി ഞാൻ അവിടെ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്ത് ചെന്നു, ഓഫീസിൽ ചെന്ന് ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ കുറച്ച് വിശുദ്ധ ഉപ്പെടുത്തിട്ട് ഞാൻ അവരാരും കാണാത്തൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഇനി എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജോലി കിട്ടിയാൽ മാത്രമേ ആ ഓഫീസിലേക്ക് ഇനി എന്നും വരാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ ഈ ഒരു അടയാളമായി മാറണേന്ന് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ എനിക്കിനി മൺഡേ എനിക്ക് ടിക്കറ്റ് എടുക്കണം. അതിന് മുന്നേ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവർ റിപ്ലൈ തരണം. അത് ഞാൻ ചോദിക്കുന്നതെല്ലാം ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, മാതാവിനോട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെനിക്ക് അന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സൺഡേയിൽ എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, അതിന് വരണം. അതിൽ 2 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേരിൽ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ആ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പോയി. വേറൊരു ലേഡി കൂടെ ഉണ്ടായിരുന്നു അവിടെ ആ ഓഫീസിലുള്ള. എനിക്ക് ആ ദുബായ് തന്നെ ഹസ്ബൻഡ് അല്ലാണ്ട് വേറെ ആരെ എനിക്കറിയില്ല. ദുബായിലൊക്കെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു റെഫറലാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ എനിക്ക് ആരും റെഫർ ചെയ്യാനില്ല, നീ ആയിരിക്കണം എൻ്റെ റെഫറൽ, നീ ആയിരിക്കണം അവിടെ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, നീ ആയിരിക്കണം എന്നെ അവിടെ സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്ത ജോലിയല്ല, ഞാൻ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കമ്പനിയിലെ HR-നോട് ചോദിച്ചു, എൻ്റെ CV നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. കാരണം ഈ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ മെയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ബിക്കോസ് നമ്മൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എന്തിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, ഏതൊക്കെയാണ് ക്രൈറ്റീരിയ, JD ഒക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ എൻ്റെ മെയിൽ മൊത്തം സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനൊരു കമ്പനിയിലേക്ക് ഞാൻ എൻ്റെ CV അയച്ചിട്ടില്ല. ലിങ്ക്ഡിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് സൈറ്റിലോ ഒന്നും ഈ ഒരു കമ്പനി ഞാൻ സെർച്ച് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, അവർ പറഞ്ഞത് ആരോ വഴിയിട്ട് അവർക്ക് CV ഷെയർ ചെയ്ത് കിട്ടിയതാണ്. അവർ കുറേ നാളായി ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, ആരെയും കിട്ടുന്നില്ലായിരുന്നു, നിങ്ങളുടെ CV ആരോ വഴി ഷെയർ ചെയ്ത് കിട്ടിയതാണെന്നാണ്. ദൈവത്തിന് വളരെയധികം നന്ദി, ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. 2ാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്കഷൻ നടക്കുമായിരുന്നു. ഡിസ്കഷൻ നടക്കുന്നതിൽ അവിടെ 2 പേര്, എന്നെ അറിയാത്ത 2 എംപ്ലോയീസ്, മാനേജറിന് വേറൊരാൾ എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഈ 2 എംപ്ലോയീസ് എനിക്ക് വേണ്ടി സംസാരിച്ചു. മാതാവ് അവരെ കൊണ്ട് സംസാരിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അവർ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ കാൻഡിഡേറ്റ് വേണ്ട, എന്നെ മതി എന്നുള്ള രീതിക്ക് അവർ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു. അവിടെ മാതാവ് അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലി കിട്ടുന്ന സമയത്ത് ഒട്ടും പോസിബിളായിട്ടുള്ള 2ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രദറിനോടെ മാരേജ് ആയിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല, കാരണം ജോലിക്ക് ചെയ്ത് ഉടനെ തന്നെ ആരെയും നാട്ടിലേക്ക് വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ കൂടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ജോലി നീ എനിക്ക് തന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് മാതാവിന് ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നിനക്ക് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നിരുന്നു. ഞാൻ ഇനി എപ്പോൾ ലീവിന് വരുന്നു അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, കമ്പനിയുടെ ഒരു ഷിഫ്റ്റിംഗ് വന്നു. കമ്പനി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യായിരുന്നു. ആ ടൈമിൽ എനിക്ക് വിസ അടിക്കാനുള്ളത് കൊണ്ട് അവർ എനിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ള പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്രദറിൻ്റെ മാരേജും കൂടാൻ പറ്റി. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു 2 മാസത്തെ ഒരു ജോലി തന്നാൽ മതി, ആ 2 മാസം കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് തന്നത് 2 വർഷത്തെ ജോബ് വിസയിലാണ് എനിക്ക് ജോലി തന്നത്. മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുള്ള, പത്രം കൊടുക്കണ്ടല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ പത്രം പ്രേക്ഷിത പ്രവർത്തനമാണ്, എല്ലാവർക്കും കൊടുക്കണമെന്ന് മനസ്സിലായി. അത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത്, ഓക്കെ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് നമ്മൾ NRI ഉടമ്പടിയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു കെട്ട് പത്രമല്ലേ ഉള്ളൂ, വളരെ സന്തോഷം. കാരണം ബാക്കി ഈ 3 പ്രാവശ്യം പുതുക്കുമ്പോൾ പത്രം ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിക്കാം, പെട്ടെന്ന് സാക്ഷ്യം പറയാം, പെട്ടെന്ന് ഓടിപ്പോവാം, അങ്ങനെ വിചാരിച്ചു വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മാതാവ് എന്താ പറയുക, എനിക്ക് ചാലഞ്ചസ് ആണ് തരുന്നത്. നീ ഇത് ചെയ്യും, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യുമോ ഞാൻ നോക്കട്ടെ, ഞാൻ ചുമ്മാ അനുഗ്രഹം തന്നാൽ പോരല്ലോ എന്നുള്ള രീതിയിലാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ മാതാവ് ഇതേപോലെ അതിനു മുന്നേ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കയറിയപ്പോൾ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ടായപ്പോൾ പറയുന്നതിൻ്റെ അപ്പുറത്തെ ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത്രയും പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടിയിട്ട് ഇത് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും? മനസ്സിന് സന്തോഷമില്ലാതെ ഒരു ജോലി ചെയ്തിട്ട് ഞാൻ അത് വന്നിട്ട് നീ തന്ന ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ച് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നത് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വാതിക്കൽ കൂടിയാണ്. എനിക്ക് അടുത്ത് തന്നെയാണ് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ജീവിതമായിട്ട് കണക്ട് ചെയ്തൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു. അതായത് വിശുദ്ധ പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കൊട്ട 3 കൊട്ട എന്തോ നിറയെ
ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും വന്യജീവികളും ഇഴജന്തുക്കളും ഒക്കെ കൊട്ടയിൽ വെച്ചിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. അപ്പോൾ പത്രോസ് പറയാണ്, മലിനമായത് ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അടുത്ത സ്വരം എന്ന് പറയുന്നത്, ഞാൻ സൃഷ്ടിച്ചതിനെ എങ്ങനെ മലിനമെന്ന് നിനക്ക് പറയാൻ സാധിക്കും? അപ്പം എനിക്കൊരു തോട്ട് വന്നു. കർത്താവ് പറയാണ്, ഞാൻ തന്ന ജോലിനെ ഡിഫിക്കൽട്ടോ എന്തോ ആയിക്കോട്ടെ, അത് നിനക്ക് എങ്ങനെ ചീത്തയാണെന്ന് പറയാൻ സാധിക്കുന്നു? കാരണം ഞാനത് മഹത്വപ്പെടുത്താൻ വേണ്ടി ചോദിച്ചൊരു കാര്യമാണ്. അത് എൻ്റെ നല്ലതിന് വേണ്ടി കിട്ടിയതാണ്, ഇന്നല്ലെങ്കിൽ നാളെ അതെൻ്റെ നല്ലതിന് വേണ്ടി ഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ലീവിന് വേണ്ടി വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് അടുത്ത ചലഞ്ച് വന്നു, 3 കെട്ട് പത്രം. ഇതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വരണ്ടു പോയി. 1 കെട്ട് പത്രം തന്നെ എങ്ങനെ കൊടുക്കുമെന്നറിയാതെ വന്ന് എൻ്റെ കയ്യിലേക്ക് മാതാവ് തന്നത് 3 കെട്ട് പത്രം. NRI ഉടമ്പടിയല്ലേ, 3 കെട്ട് പത്രം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, ഇതെവിടെ കൊണ്ട് കൊടുക്കും? എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഒരു പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്യാണ്ട് ചുമ്മാ പോയി ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ചെയ്യണമെന്നുള്ള ഇതിൽ ഞാൻ എന്ത് ചെയ്യും? പത്രം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? ഞാൻ ആദ്യം കണ്ടൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സജസ്റ്റ് ചെയ്ത ഒരു പണിയാണ്, ഞാൻ വണ്ടിയെ പോകാം, നീ പുറകെ കയറി നമുക്ക് പത്രം എറിയുന്ന പോലെ എല്ലാ വീട്ടിലും എറിഞ്ഞെറിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കേണ്ടതല്ല പത്രം എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്. എൻ്റെ ആൻറ്റിയുടെ വീടുണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു, നന്നായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തു, നന്നായിട്ട് ഒരുങ്ങി. കാരണം നമ്മൾ അലുത്ത കോളത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയും, വേണ്ട പൊക്കോന്ന് പറയും. ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്, നന്നായിട്ട് ഒരുങ്ങി നല്ല മിടുക്കിയായിട്ട് ഓരോ വീടുകളിലും കയറി ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, ഒരാൾ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ തീർന്നു, ഈ കയറി ചെന്ന ധൈര്യമൊക്കെ അങ്ങ് താഴേക്ക് പോകും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ കഷ്ടമുണ്ട്, ഒരാൾ ആദ്യം ഒന്ന് വാങ്ങിച്ചു കിട്ടിയാൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കയറി ചെന്നെന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുന്നൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ കാണുന്നത് 2 പേരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇതെന്തായാലും കീറിക്കളയത്തില്ല, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയത്തില്ല, വാങ്ങും. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് വാങ്ങുമോ? എനിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അവർ പറഞ്ഞു, കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ മടിയോ? ഞങ്ങൾ അവിടുത്തെ പഴയ പ്രേക്ഷിതരാണ്, നിന്നെയും കൊണ്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ മക്കളുടെ വീടുകളെല്ലാം എൻ്റെ കൂടെ വന്ന് ആ പത്രം കൊടുപ്പിച്ചു. അങ്ങനെ ആ കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്ക് യേശു തന്നു, സാന്നിധ്യത്തിലേക്ക് തന്നു. അങ്ങനെ ഞാൻ 3 പത്രങ്ങളും ബീച്ചിലും ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ആ പത്രം കൊടുത്തു. കാരണം ഞാൻ ബ്ലെസ്സിങ് വാങ്ങാൻ അപ്പോൾ അവർ പറയുന്നുണ്ട്, NRI ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നമുക്ക് ബ്ലെസ്സിങ് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വാങ്ങില്ല, അത് ഭയങ്കര ഈസി ആയി പോകും, പിന്നെ പത്രം കൊടുക്കാൻ എനിക്ക് മടിയാവും. സോ ബ്ലെസ്സിങ് വാങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനു മുന്നേ ഞാൻ ഈ 3 കെട്ട് പത്രവും കൊടുത്ത് കഴിഞ്ഞിട്ടേ വരുമെന്നുള്ളത് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരുന്നു. എൻ്റെ 3 കെട്ട് പത്രങ്ങൾ എനിക്ക് വായിക്കാനുള്ള ഒരു പത്രം അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നിട്ടാണ് ഇവിടെ ബ്ലെസ്സിങ് വാങ്ങിച്ചതും സാക്ഷ്യം പറഞ്ഞതും. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നതും ഒരുപാട് നമ്മുടെ ഇവിടുത്തെ പൂങ്ക പാതിരപ്പള്ളി തന്നെ വൃദ്ധസനമുണ്ട്. അവിടത്തേക്ക് ഞാൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ തൊട്ടുള്ള എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് രോഗിയായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണുകയും അവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയധികം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ സാധിക്കാതിരിക്കോ എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. തന്നാലും ഇല്ലെങ്കിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മാധവനോട് പറഞ്ഞുകൊണ്ട് 1000 നന്ദി പറയുന്നു. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. അനില സ്റ്റീഫൻ്റെ സുന്ദരമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. ഉടമ്പടി ഉപേക്ഷിച്ചു പോയ മകൾ എങ്ങനെ അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വയം തന്നെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ എങ്ങനെയാണോ ആ ഉടമ്പടി ആദ്യത്തേത് വിട്ടുപേക്ഷിച്ച് പോയത്, പിന്നീട് ഒത്തിരി പ്രതീക്ഷയോടെ നല്ല ക്വാളിഫിക്കേഷനോടുകൂടി ജോലി തിരക്കി വിദേശത്തെത്തിയത്, ഓരോ ദിവസവും 100ഓളം കമ്പനികൾക്ക് നിരന്തരം CV അയച്ചും എൻക്വയറിക്ക് വേണ്ടി ആഗ്രഹിച്ചും നിരന്തരം അപേക്ഷിച്ച് 2 മാസക്കാലം തള്ളി നീക്കി ഒന്നും സംഭവിക്കാതെ ജീവിതമാകെ തരിപ്പണമായി പ്രതീക്ഷയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ക്ലേശിച്ച നാളുകൾ. പിന്നീടാണ് മകൾക്ക് വീണ്ടും അമ്മ മാതാവിനെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. ഉടമ്പടി ഉപേക്ഷിച്ചു പോയെങ്കിലും അമ്മ മാതാവ് അവളോടൊപ്പം സഞ്ചരിച്ചുവെന്ന വാക്കുകളിലുണ്ട്. അതുകൊണ്ടാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി പുസ്തകം അതൊക്കെ അവളുടെ ബാഗിനുള്ളിൽ വന്നത്. അവൾ മാതാവിനെ ഉപേക്ഷിക്കുമ്പോഴും മാതാവ് അവൾക്കൊപ്പം കയറിപ്പറ്റിയത് കൊണ്ടാണ് ഇതെല്ലാം ബാഗിനുള്ളിലിരുന്നു തുറന്നുപോലും നോക്കാതെ
അവൾ വിദേശത്ത് പോയി ജീവിക്കുകയും ചെയ്തു. പക്ഷേ ഇത് രണ്ടാമത്തെ ടേണിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാകുന്നു, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ഡിഗ്രികൾ കൊണ്ട്, എൻ്റെ CV കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് വന്ന ആദ്യത്തെ കാഴ്ചകൾ അത് അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനവുമാണ്. ആ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉടമ്പടി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമായി തീർന്നതാണ് മകൾ പങ്കുവച്ചത്. എങ്ങനെ പതിയെ പതിയെ അമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിതത്തെ നിരന്തരം സമർപ്പിച്ച് ഓരോ നിമിഷവും അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം നയിച്ചുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നതാണ്. ഉടമ്പടി മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നതാണ്. ഉടമ്പടി നാം ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം കരം പിരിച്ച് അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാൻ വേണ്ടി നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ്. അമ്മയോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കണ്ണുകൾക്ക് വിസ്മയമായത് അമ്മ നിരന്തരം ഈശോയിൽ നിന്ന് നേടിത്തരും. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തിയാവട്ടെ, അനുദിന ആത്മീയ ജീവിതമാവട്ടെ, പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ, അല്പം പോലും മനസ്സുമെടുക്കാതെ സംശയമില്ലാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യുവാൻ തയ്യാറാവുക. വലിയ അനുഗ്രഹങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഇതുപോലെ നമുക്ക് കാണാനാവും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിന് നന്ദി പറഞ്ഞ് ഈശോയെ സ്തോത്രം. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ 2019 എനിക്കൊരു എന്ന് വെച്ചാൽ ദുശീലം വരുന്നത്. അത് സിഗരറ്റ് വലി എന്ന് വെച്ചാൽ ഞാൻ ചെയിൻ സ്മോക്കറാണ്. ചെയിൻ സ്മോക്കർ എന്ന് വെച്ചാൽ ഒന്ന് വലിച്ച് കളഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സിഗരറ്റ് വലിക്കണം. അതെങ്ങനെ വലിക്കുക കളയുക, അത് വീട്ടിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായി, വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, എല്ലാവർക്കും. അപ്പം മക്കൾ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, പപ്പ ഇങ്ങനെ വലിക്കരുത്, ലാസ്റ്റ് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ഞാൻ പറയില്ല, ഞാനല്ലേ വലിക്കുന്നേ, അന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. ഒരു ദിവസം അത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വെച്ച് ചെറിയൊരു 9 മണിയായപ്പോൾ എനിക്കൊരു നെഞ്ചുവേദന. അപ്പോൾ കോടതി ജോലി, ഞാൻ ഹോട്ടൽ ജോലിക്കാരനാണ്. അപ്പോൾ കോടതി ജോലി എന്നൊരു പറഞ്ഞു, കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മുടെ അത് അതിന് പറഞ്ഞു വിലങ്ങിയായിരിക്കും എന്ന് പറഞ്ഞു. വിലങ്ങിയാന്ന് പറഞ്ഞു. ഇവരെൻ്റെ പുറത്തിട്ട് ഇടിച്ചു. ഞാൻ കൊണ്ട് നടക്കുന്നു. 9 മണി കഴിഞ്ഞു, 10 മണിയായി, വേദന കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഞാനിവിടെ പറഞ്ഞടാ വേദന കൂടുകയാണ്. ഓ അത് വിലങ്ങിയാണ്, നീ കുഴപ്പമില്ല, നീ എന്ത് ഇഞ്ചിയോ എന്തൊക്കെ എടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനതെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് 10 മണിയായി റൂമിൽ ചെന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഉറങ്ങണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ഒന്ന് ചീട്ട് കളിക്കാമെന്ന് ഉള്ളവരും പറഞ്ഞു. ഞാൻ ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു. സാറിന് എല്ലാവരും ആരോ റൂമിൽ പോകുന്നത്. ഞാൻ ഇവരെ ആരും റൂമിൽ വിടാതെ എൻ്റെ കൂട്ടത്തിൽ കിടത്തി. അവിടെ നിന്ന് ചീട്ട് കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 11:30 ആയപ്പോഴത്തേനും എനിക്ക് വേദന കൂടി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വെട്ടി വീർക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് കുളിക്കട്ടെ, നിങ്ങളാരും എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോൾ എനിക്ക് സംശയം, ബാത്റൂമിൽ കുറ്റിയിട്ടാൽ എന്താ സംഭവിക്കുന്നത്. ഞാൻ ബാത്റൂം കുറ്റിയിട്ടില്ല. കുറ്റിയിടാതെ അവിടെ നിന്നുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ചു. എനിക്കെന്ന് പറയാമെന്ന് വെച്ചാൽ കുറേ കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിനെക്കാട്ടി കൂടുതലാണ് ഞാൻ വിയർത്ത് പോകുന്നത്. വിയർത്ത് ഞാൻ പുറത്തോട്ടിറങ്ങി, ബാത്റൂം പുറത്തിറങ്ങിയപ്പോഴും ഞാൻ പറയുന്നു, എന്നെ ഒന്ന് പിടിച്ചോ, എന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക. എത്ര മുതൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എന്നെ അവിടെ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. ചെന്നപ്പോൾ പറഞ്ഞ് ബ്ലോക്കായി പോവുകയാണ്, ആൾ ഏത് നിമിഷം പോവും, നിങ്ങളൊരു കാര്യം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്തിക്കുക. ഇഞ്ചക്ഷൻ, ഫസ്റ്റ് എയ്ഡ് 2 ഇഞ്ചക്ഷൻ അവിടെ നിന്ന് കൊടുക്കുന്നു. അവിടെ നേരെ കോട്ടയം മെഡിക്കൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ എത്തിക്കണം. 2 മണിക്കൂർ കൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ എത്തിച്ചു. ഡോക്ടർമാർ പരിശോധിക്കുന്നു, പുള്ളിക്ക് അറ്റാക്കാണ്, ഉടനെ ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്തു. മകളും മകനും മാത്രമേ ഉള്ളൂ. വൈഫ് എവിടെയില്ലായിരുന്നു, വൈഫ് ജോലി സ്ഥലത്തായിരുന്നു. മക്കൾ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ രാത്രി ആൻജിയോഗ്രാം ചെയ്യുന്നു. 4 ബ്ലോക്ക്, അത് ക്രിട്ടിക്കൽ. ഉടനെ തന്നെ ഓപ്പറേഷൻ വേണം. 1 മണിക്കൂർ അത് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യുന്ന ഇതാണെന്ന് പറയുന്നത് എന്നോട് ചോദിക്കുന്നത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല, കാരണം മക്കൾ പറഞ്ഞു ചെയ്തേ കൊത്തുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യിച്ചു. 15 ദിവസം കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ, അതായത് 4 ബ്ലോക്കിൽ 2 എണ്ണം അന്ന് തന്നെ ചെയ്തു. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ഈ 2 ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു 12 മണി 1 മണി വരെ ഇങ്ങനെ ഇരിക്കും, പേടിയാണ്. അപ്പോൾ എല്ലാവരും പറയും ഈ അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ മരിച്ചു പോകുന്നു. അപ്പോൾ ആ പേടി കാരണം എനിക്ക് ഉറക്കമില്ല. ഞാൻ കുത്തിയിരിക്കുക. അപ്പോൾ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മകളുണ്ട്, ഇടത്ത് വന്ന് ഇരിക്കും. എന്നോട് പറയും ഉറങ്ങിക്കോ, ഞങ്ങൾ നോക്കിക്കോളാൻ പറയും. പക്ഷേ എനിക്ക് പേടിയും വിറയലും കാരണം ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ കിടന്ന് എൻ്റെ കരുത്തിൽ കൊന്തടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കൊന്ത ജപിക്കാൻ അറിയത്തില്ല കേട്ടോ. ഉള്ള കാര്യം പറയും. ഞാൻ എന്തുവാ, എനിക്കത് ജപിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനത് ജപിച്ചെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ ജപിച്ച് തീർത്തി ഞാനത്. പക്ഷേ ഞാൻ കിടന്നു ഒരു 1:30-2 മണി ആയപ്പോൾ ഞാൻ മയക്കം പിടിച്ചു. നല്ലൊരു ഉറക്കത്തിലോട്ട് വഴി വീണെന്ന് എനിക്കറിയാം.
പിന്നെ ഞാൻ 4 കണ്ണുറക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നത് എൻ്റെ കട്ടിലേ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് എൻ്റെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പറഞ്ഞു, നീ എന്തിനു പേടിക്കുന്നേ, ഞാനിത് നെറ്റ് കൊടുത്തുള്ളതെന്ന്. അപ്പോൾ എനിക്കൊന്നും ഇത് ആരെ എന്നെ ഇങ്ങനെ വിളിച്ചു കൊടുത്തുന്നത്. ഞാൻ ചാടി അമ്മയെ വിളിക്കാൻ വേണ്ടി, എനിക്ക് നാക്ക് പോകുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ആൾ എഴുന്നേറ്റ് പോകുന്നു പുറത്തോട്ട് ഞാൻ കഥ അടച്ചിട്ട് കാണും. അതിനിടയ്ക്കൂടെ പോകുന്നത്. അമ്മയും മോളെയും വിളിച്ചു നിർത്തി. ഞാൻ പറഞ്ഞത് എന്താ സംഭവം എനിക്കറിയത്തില്ല. ഞാൻ അപ്പോഴത്തേക്കും പിന്നെ പറഞ്ഞു, മോൻ പേടിക്കണ്ട, നീ വിശ്വസിക്കുന്ന ദൈവം നിൻ്റെ അടുക്ക വന്നാൽ. അത് ഉറപ്പായിരുന്നു, എനിക്ക് വന്നെന്നുള്ളത് നല്ല വിശ്വാസമാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫിക്സ് വന്നു. ഫിക്സ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന ഇരിപ്പയും അവൻ കുഴഞ്ഞു വീണ്ടും പിടയ്ക്ക് കിടന്നുണ്ട്. നമ്മളൊരു എന്നെ പിടയ്ക്കുന്ന അതുവരെ ഈ പിടയ്ക്ക് ഞങ്ങൾ പിടിച്ചു നോക്കി, 4 പേര് പിടിച്ച് നിൽക്കുന്നില്ല. ഇവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ പിന്നെയും ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു ഫിക്സിൻ്റെ അസുഖമാണ്, 2 വർഷം അവൻ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. 2 വർഷം ഞങ്ങൾ മരുന്ന് കൊടുത്തു. 2 വർഷം കഴിഞ്ഞ് പിന്നെയും 2 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ കുറവില്ല. പിന്നെയും 2 വർഷത്തേക്ക് പിന്നെ നീട്ടി എഴുതി. ഈ 2 വർഷം അപ്പോൾ ഞാൻ ഉടമ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഈ തേനും ഉപ്പും ഇവനറിയാതെ ഞാൻ കഴിക്കുന്ന കൂടെ തന്നെ ഇവനും കൊടുത്തുകൊണ്ടിരുന്നു. ആരും പറയില്ല. പിന്നെ രാത്രി അവൻ കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുരിശ് വരച്ചു കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഈ 2 മാസം മുമ്പ് ഞാൻ നമ്മുടെ സെൻറ്റ് മേരീസിൽ തൊടുക സെൻറ്റ് മേരീസിൽ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി, ഇവൻ്റെ രോഗത്തിൻ്റെ വിവരം അറിയാൻ വേണ്ടി ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല അവന്. ഒരു കുഴപ്പം ഞാൻ അങ്ങനെ ഒരു അസുഖം അവന് വന്നിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് ആ റിസൾട്ടിൽ. അതിനൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ മകളുടെ കല്യാണം, അത് ഞാൻ ഉടമ്പടി വെച്ചൊരു കാര്യമാണ്. കാരണം നല്ലപോലെ നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. അത് കല്യാണം നടക്കാൻ വേണ്ടി നമ്മൾ ഉള്ളതിന് ഞങ്ങൾ സ്വരൂപിച്ച് വെച്ച കാശ് വേറെ ആക്കും വേണ്ടി കൊടുത്തു. പുള്ളി സമയം നമ്മൾ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ആ സമയം നിങ്ങൾക്ക് പൈസ തന്നേക്കാം, അല്ലെങ്കിൽ സ്വർണ്ണം തരാൻ പറഞ്ഞു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പോയിട്ട് നമ്മൾ മലബാർ ഗോൾഡ്, ഈ എറണാകുളം മലബാർ ഗോൾഡിൽ പോയിട്ട് നമ്മൾ സ്വർണ്ണം ബുക്ക് ചെയ്തു. ഇവർ അന്നേരം പറഞ്ഞു, കുഴപ്പമില്ല, വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ സ്വർണ്ണമായിട്ട് എത്തിക്കോളാം. ഇയാൾ പറയാണ്. ഞങ്ങളത് വിശ്വസിച്ച് എറണാകുളം തിരിച്ചു വന്നു. കല്യാണ ഡേറ്റ് എടുക്കാറായി. 3 ദിവസം വരെ ആയിട്ട് ഇയാളെ കാണുന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് പേടിയായി. കല്യാണം എല്ലാവരും വിളിച്ചു. കല്യാണ തലേദിവസം വരെ ഞങ്ങൾ പറഞ്ഞു, മുട്ടുത്തി പ്രാർത്ഥിക്കുക, 5:30 എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇവന്ന് വന്നാൽ മതി, കാരണം ഈ സ്വർണ്ണം കിട്ടാതെ മോളെ ഇറക്കി വെക്കത്തില്ല. അന്ന് തലേദിവസം, കല്യാണത്തിന് തലേദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ 5:30 കഴിഞ്ഞ് ഇവന് 6 മണിയായപ്പോൾ ഈ ആളെത്തിയിരിക്കുന്നു സ്വർണ്ണമായിട്ട്. അങ്ങനെ എൻ്റെ മകളുടെ കല്യാണം അത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദു, പക്ഷേ ഞാൻ ഇത് വിശ്വസിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പരാജയം തോന്നിയിട്ടില്ല, ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ കട്ടപ്പന പറയുന്നത് പറഞ്ഞില്ലേ, കട്ടപ്പനയിൽ മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് കോവിഡ് ഉണ്ടായ ശേഷം കട്ടപ്പനയിൽ ആദ്യമായിട്ട് കോവിഡ് ഉണ്ടാകുന്ന എനിക്കാണ്, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ. ഇത് കളക്ടർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പേടി, കാരണം മരിച്ചു പോകുമല്ലോ. കാരണം കൊറോണ വരുന്നതല്ല, അന്നേരം മരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകും. അപ്പോൾ വീടിന് പുറത്തിറങ്ങരുത് പറഞ്ഞു. മക്കളോട് പറഞ്ഞു, കഥകളടച്ചിട്ട് പപ്പ മാത്രം പരിക്കാതിരുന്നു, നിങ്ങളെല്ലാം കഥ അടച്ചിട്ടോളാൻ പറഞ്ഞു. ഇത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ, വല്ലാത്തൊരവസ്ഥ. എന്നെ ഒരു 10 മണിയായപ്പോൾ ഡോക്ടർമാരും കുറേ ആൾക്കാരും വന്ന് എന്നെ കൊണ്ടുപോയി നേരെ ഇടുക്കി മെഡിക്കൽ കോളേജ്. കാരണം ഈ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി എന്നെ കൊണ്ടുവന്ന് വാർഡിൽ കയറ്റി അവിടെ കിടത്തി. അപ്പോൾ പ്രത്യേകം ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചോണം, കാരണം പുള്ളിക്ക് ഈ ഹാർട്ടിൻ്റെ ഗുളികയെല്ലാം കഴിക്കുന്നതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഒരു രാത്രി 1 മണിയായപ്പോൾ എനിക്ക് മുഖമൊക്കെ അങ്ങ് വീർക്കാൻ തുടങ്ങി. മുഖം വീർത്തു, ന്യൂമോണിയ ആണെന്ന് തോന്നുന്നു. കാരണം അതുപോലെ ചൂടായിട്ട് മുഖം വീർത്ത് ഏത് സമയം ഞാൻ പൊട്ടിപ്പോകുന്ന രീതിയാണ് മുഖം ഇരിക്കുന്നത്. വെളുപ്പിനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിക്കാൻ ഞാൻ നേഴ്സിനെ കൈകൊണ്ട് കാണിച്ചു. നേഴ്സുമാർ വരത്തില്ല, ഞാൻ കൈകൊണ്ട് കാണിച്ച് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ശ്വാസം പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുക, അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഒരു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ICU കയറ്റിക്കണം പറഞ്ഞു. ICU കയറ്റി ഞാൻ 2 ദിവസം. അപ്പോൾ എൻ്റെ കൈ കിടക്കുന്ന ഈ കൊന്തയിലാണ് ഞാൻ പിടുത്തം മൊത്തം. ഞാൻ ആ കൊന്ത പിടുത്തില്ല, ഈ കൊന്ത പിടുത്തം. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വല്യപ്പൻ കിടപ്പുണ്ട്. പുള്ളിക്ക് 75 വയസ്സുള്ളൂ. പുള്ളിക്ക് ഒരു അസുഖമില്ല, ഒരു അസുഖമില്ല, കൊറോണ മാത്രമേ ഉള്ളൂ. ഈ കൊറോണ കഴിഞ്ഞ് പുള്ളിയെ ഡിസ്ചാർജ് ചെയ്യുന്നു എൻ്റെ വാർഡിൽ നിന്ന്. ഈ ICU നിന്ന് പുള്ളിയെ വാർഡിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. ഞാൻ ICU കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം പിന്നെ ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിന് യാതൊരുവിധ ഇതുമില്ല, എനിക്ക് കൊറോണ മുക്തിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, സന്തോഷമായി, ഒരു കാര്യം വാർഡിലോട്ട് മാറ്റാം, എന്നാലും ഒബ്സർവേഷൻ ഒരു 3 ദിവസം ഇരിക്കേ എന്ന് പറഞ്ഞു. എന്നെ വാർഡിലോട്ട് വന്നു. ഈ കാർന്ന് വരെ തിരിച്ച് ICU കയറ്റി. അന്ന് കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്നത് പുള്ളി മരിച്ചു എന്നുള്ളതാണ്. ഞാൻ പോകേണ്ടത് ആ കാർന്ന് വരെ ആ ദൈവം കൊണ്ട്. അത് മഹാഭാഗ്യം. കാരണം വേറെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എന്നോട് ചോദിക്കുകയും ചെയ്തു, നിനക്ക് ഇത് വന്നിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അസുഖം വന്നുകൊണ്ടാണ്. ഞാനിതൊന്നും ചെയ്യാത്തതിന് ഞാൻ എന്നിട്ട് എനിക്കിത് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ആ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റില്ല. കാരണം 5 മണിക്കാണ് പുള്ളി അടയ്ക്കത്. അത് വീട്ടുകാരെ പോലും അറിയിക്കാതെ നോക്കിയത്. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്ക്
അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതിനോടൊപ്പം സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. ഞാൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലൊരു അറബി ഹൗസിൽ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവിടെ ഒത്തിരി, അതായത് എനിക്ക് അവരുടെ ലാംഗ്വേജൊന്നും അറിയില്ല, നമ്മുടെ ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. പിന്നെ അത്യാവശ്യം അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ കൂട്ടിച്ചേർത്താണ് അവരോട് സംസാരിക്കുന്നത്. അവരും അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് റിപ്ലൈ ഒക്കെ തരും. നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ വഴിയാണ് മാതാവിനെ അറിഞ്ഞത്. യൂട്യൂബ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഫോണായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ ഞാനിങ്ങനെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, സമാധാനം അവിടെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ ഫോൺ അങ്ങ് എന്താ പറയുന്നത്, ഫോൺ മൊത്തം ബ്ലോക്കായിപ്പോയി. അപ്പോൾ എനിക്കൊരു ഫോണില്ല. അവരോടൊന്ന് പറഞ്ഞൊരു ഫോൺ വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തികമായില്ല. ഞാൻ ചെന്നിട്ട് അധികം നാളായില്ലായിരുന്നു, സാലറിയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിനെ കാണാനും പ്രാർത്ഥിക്കാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടാനൊക്കെ എനിക്കൊരു വഴി ഒരുക്കി തരണേന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ ആരാധന കൂടുമായിരുന്നു അതുവരെയൊക്കെ. അപ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ മേഡം എനിക്ക് വിളിച്ചിട്ട്, നിൻ്റെ ഫോൺ പോയല്ലോ, നിനക്ക് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ തരാമെന്ന് പറഞ്ഞു. മേഡം അപ്പോൾ എനിക്കൊരു ഐഫോൺ തന്നു. എനിക്കതിൻ്റെ ഫങ്ഷനും സംഭവങ്ങളൊന്നും എനിക്കറിയില്ല, അതെല്ലാം മേഡം എനിക്ക് ശരിയാക്കി തന്നു. അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ജോസഫ് അച്ഛൻ്റെ ആരാധന ഞാൻ കൂടുക, എല്ലാ കൃപാസനത്തിലെ ആരാധന എല്ലാം കൂടി അച്ഛൻ്റെ ടോക്ക് എപ്പോൾ കണ്ടാലും ഞാൻ എടുത്ത് നോക്കും, പ്രാർത്ഥിക്കും. 5:30 ആ സമയത്തൊന്നും വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടില്ല. അതിന് ശേഷമാണ് ഉടമ്പടി എടുത്തത്. ഒത്തിരി അനുഗ്രഹങ്ങൾ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ഒമിക്രോൺ പിടിപെട്ടായിരുന്നു. പോരാറായപ്പോൾ അവർ 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരെന്നെ എന്ത് ചെയ്ത് നാട്ടിൽ വിടില്ല. എൻ്റെ മോളുടെ കല്യാണം ആയപ്പോൾ എനിക്ക് നാട്ടിൽ വരണം. അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്താൽ വിടില്ല, നീ പോകണ്ട, പോയാൽ നീ വരില്ല എന്ന് പറഞ്ഞു. എന്നോട് പെർമിഷൻ ഇല്ലാതെ എന്നോടൊന്നും ചോദിക്കാതെ തന്നെ അവരെൻ്റെ വിസ പുതുക്കി വെച്ചു. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം 7 പ്രാവശ്യം വെച്ച് 7 ദിവസം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിലെത്തണമല്ലോ, മോളുടെ കല്യാണം നടത്തണം. അതുപോലെ 3 വർഷമായി ഞാൻ പോയിട്ട്. അപ്പോൾ ഹസ്ബൻഡും നന്നായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കം കൂടാതെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഞാൻ. അങ്ങനെ പെട്ടെന്നൊരു അറിവ് വന്നു. അവരുടെ വലിയൊരു മേഡമുണ്ട്, ആ മേഡത്തിൻ്റെ അമ്മയുണ്ട്. ആ മേഡത്തിന് എന്നെ ഭയങ്കര ഇഷ്ടം. മേഡം എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ മേഡം പറയണേ, നിനക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ചാർജൊന്നും ഞാൻ തരില്ല, നീ പൊക്കോ, പക്ഷേ പൈസ ഒന്നും ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞാനിത് വലിയ മേഡത്തിനോട് പറഞ്ഞു, മേഡം എനിക്ക് പോകാൻ ചാർജൊന്നും തരില്ല, പൈസയൊന്നും തരില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മേഡം പറഞ്ഞു, നീ പോകാൻ തയ്യാറായിക്കോ, ഞാൻ നിനക്ക് പൈസ തരാം, അവരറിയണ്ടെന്ന് പറഞ്ഞു. അവരറിയാതെ തന്നെ മേഡം എനിക്ക് പൈസയൊക്കെ തന്ന് എന്നെ പറഞ്ഞയച്ചു. അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ആദ്യം എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ ഫസ്റ്റ് വരുന്ന കൃപാസനത്തിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരുമ്പം എന്നെ ആദ്യം കൃപാസനത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആദ്യം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. മാതാവ് എത്ര പറഞ്ഞാലും തീരില്ലാത്ത അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇന്ന്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, എൻ്റെ അമ്മ ഇന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപ, ഇതെല്ലാം എൻ്റെ അമ്മ എന്നും കൂടെ കൊണ്ട് നടക്കുകയാണ്. എൻ്റെ ആങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു, വല്ലാതെ വറ്റി വരണ്ടിരിക്കുമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നേ, പ്രാർത്ഥിച്ചിട്ട് അമ്മ കൊണ്ടുവന്ന് ഉടമ്പടി ഉപ്പിട്, അപ്പോൾ വെള്ളം ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ കിണറ്റിൽ നിറച്ച് വെള്ളമാണ്. ഇന്ന് വരെയും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു 2 വർഷമായി ഞാൻ അമ്മയോട് അത് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ചേച്ചിയുടെ മോൾക്ക് കൊറോണ വന്നിട്ട് ഓക്സിജൻ ലെവൽ 50 താഴെ ആയിരുന്നു. ഞാൻ അവിടെ കുവൈറ്റിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് ഇവിടോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഉടമ്പടി കാശുരൂപം കൊണ്ട് മോളുടെ കയ്യിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അന്നേരം ആരെയും ഹോസ്പിറ്റലിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇവരോട് നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റർ മുഖേന ആ കാശുരൂപം മോളുടെ കയ്യിലെത്തിച്ചു. അവൾക്ക് ഓക്സിജൻ ലെവൽ കയറി
നന്നായിട്ട് റിക്കവറായി, അവൾ ഡിസ്ചാർജായി സുഖമായിട്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അതുപോലെ ജോസഫച്ചനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുക. ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലൊരു ദേവാലയം പടുത്തുയർത്ത അച്ഛന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ജോസഫച്ചനോട്. അതുപോലെ ഇവിടെ എല്ലാ ജീവനക്കാരോടും ഗായകരോടും എല്ലാവരുടെയും ഭക്തിനിർഭരമായ ഗാനങ്ങളും 1000 നന്ദി. 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധ അമ്മേ നന്ദി. മരിയനുടമ്പടി പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് ഈ കുടുംബത്തെ കാത്തു സംരക്ഷിക്കുകയായിരുന്നു. അമ്മ പ്രത്യേകമായിട്ട് ഇടപെടുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്തു. മരിയനുടമ്പടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ് സംരക്ഷണം. കൊളോസസ് 3:11 പറയുന്നത് ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ആര് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാലും ആ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. ഏത് മതസ്ഥൻ വന്ന് പ്രാർത്ഥിച്ചാലും ക്രിസ്തുവിനെ അതേ അളവിൽ തന്നെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ഹൈന്ദവ വിശ്വാസത്തിലാണെങ്കിലും പരിശുദ്ധമ്മയെക്കുറിച്ച് അറിഞ്ഞ് അതാൽ മുതൽ അമ്മയോടൊപ്പം സഞ്ചരിച്ച് ഈശോയുടെ കരികിലായിരുന്ന അമ്മ പറഞ്ഞ ആ കാര്യം യോഹന്നാൻ 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യുക, കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. ആ അനുസരണം ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഐശ്വര്യം അനുഭവിക്കേണ്ട സാധിച്ചു. യെശയ്യാ 1:19 അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന്. ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ പ്രൊട്ടക്ഷൻ അനുഭവിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒത്തിരി ദുശീലങ്ങളുണ്ടായിരുന്ന ഭർത്താവ് ജീവിതത്തിൽ അവയെല്ലാം മാറ്റിവെച്ചു. രോഗത്തിൻ്റെ അവസ്ഥയിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കേണ്ട സാധിച്ചു, സംരക്ഷണം അനുഭവിച്ചു. കൊറോണ ആദ്യമായിട്ട് അവരുടെ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് ബാധിച്ച ഇത് ഇദ്ദേഹത്തിനായിരുന്നു. അതുപോലെ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ അമ്മ ഈശോയും പ്രത്യേകമായിട്ട് ഇടപെട്ടു. അതിലെ ജപമാല ഇങ്ങനെ ചൊല്ലണമെന്നൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ആ ജപമാല ചൊല്ലി എങ്ങനെയൊക്കെയോ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ അത് ഗൗരവമായി കണ്ട് സീരിയസ് ആയിട്ട് എടുത്തു, അത് ഈശോയ്ക്ക് കൊടുത്തു. അറിയാൻ പാടില്ലെങ്കിൽ പോലും അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജപമാല അർപ്പിക്കാൻ കഴിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ നിമിഷത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് എടുത്ത ആ ഒരു മുൻകൈ അത് അമ്മ കണ്ടിരുന്നു, ഈശോ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഈശോയുടെ സാന്നിധ്യം അമ്മയുടെ പ്രത്യേകമായിട്ട് അവിടെ ഉണ്ടായി. അതുപോലെ കൃപയുടെ നിറവിലേക്ക് ഇവർക്ക് കടന്നു വരാൻ സാധിച്ചു. അതുകൊണ്ട് ഓരോ മേഖല, പ്രത്യേകിച്ച് മകൻ്റെ കാര്യത്തിലും ഫിറ്റ്സ് ഉണ്ടാകുന്ന വിഷയത്തിലും അമ്മ ഈശോ ഇടപെട്ടു. അങ്ങനെ ഓരോ രോഗസൗഖ്യങ്ങൾ, ചെറുതുവലുതുമായിട്ട് രോഗസൗഖ്യങ്ങളുടെ സംരക്ഷണം, നാട്ടിലേക്ക് എത്താൻ പറ്റുന്ന മകളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളിലുണ്ടായ ഇടപെടൽ, അതുപോലെ തന്നെ സാമ്പത്തിക ക്രമീകരണം, ഒരു ജീവിതത്തിൽ ആവശ്യമായ എല്ലാ മേഖലകളിലും ഈശോയമ്മയും ഇടപെട്ടു എന്നുള്ളതാണ്. അതിനോർത്ത് ഈ കുടുംബത്തോടൊപ്പം ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം.